ഇപ്പം എൻ്റെ ഉണ്ണി ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം എന്ന് വെച്ചാൽ കുറച്ച് എക്സസൈസിനെ പറ്റി പറയാൻ പറ്റാം. ഇപ്പോൾ പ്രഗ്നൻസിയൊക്കെ കഴിഞ്ഞ് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ചിലർക്കൊക്കെ എന്തായാലും ഒരു എക്സ്ട്രാ വെയിറ്റ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 50 ഉള്ളവർ എന്തായാലും 60 ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ എന്തായാലും ഡെലിവറി കഴിഞ്ഞ് കുറച്ചൊക്കെ വെയിറ്റ് കുറയും. എന്നാലും നമ്മൾ പിന്നെയും കുറച്ച് വണ്ണം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് വണ്ണം കുറയ്ക്കണമെന്ന്. വണ്ണം കുറയ്ക്കല്ല, കുറച്ചൊന്ന് മസിൽസ് ഒന്ന് സ്ട്രെങ്ത് ആവണമെന്നാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. വണ്ണം കുറയണമെന്നില്ല, പിന്നെ ഇച്ചിരി ഒന്ന് സ്ട്രെങ്ത് ആവണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് എക്സസൈസുകൾ നമുക്ക് നല്ല ബെനിഫിറ്റ് ആയുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് കാണിച്ചു തരാം. ഇത് എല്ലാം ഡെലിവറി ആയി കഴിഞ്ഞ അമ്മമാർക്ക് ചെയ്യാം. ഈ ഒരു എക്സസൈസ് നല്ലതാണ്, ബോഡിക്ക് കുറച്ച് സ്ട്രെങ്ത് കിട്ടാനും നമ്മുടെ വയറിൻ്റെ പോർഷനിലും എല്ലാം കൈയിൻ്റെ കാലിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനി തൊട്ടുന്ന എക്സസൈസൊക്കെ ചെയ്ത് കുറച്ച് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആവാനായിട്ടാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ നിൽക്കണ്ടേന്ന് നമ്മൾ ഇങ്ങനെ മുട്ടി നിൽക്കാം. ആദ്യത്തെ 2 കൈ ഉണ്ടല്ലോ, 2 കൈ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ 30 ടൈംസ് ബെൻഡ് ചെയ്യാം. 1 2 3 4. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 30 ടൈംസ് ചെയ്ത് കഴിക്കണം. ഇതിപ്പോൾ ചിലർക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് യൂറിൻ ലീക്കേജ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ആവും ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ്സ് ഒക്കെ ഇങ്ങനെ കുറയും. എപ്പോഴും നിങ്ങൾ 30 ടൈംസ് ചെയ്യാം, മിക്ക ഇങ്ങനെ ബെൻഡ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. ഓക്കെ, ഇതൊക്കെ ബോഡിന് നമ്മുടെ ആ ഒരു യൂട്രസിൻ്റെ ആ ഭാഗം ഒക്കെ നല്ല എഫക്റ്റീവായിട്ട് അവിടെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ ആവും. നല്ലൊരു സ്ട്രെങ്ത്തിനൊക്കെ കിട്ടും. അതിനാണ് ഈ ഒരു ഫസ്റ്റത്തെ എക്സസൈസ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത്. ജസ്റ്റ് മുട്ടുത്തി ഇങ്ങനെ കൈവച്ച് സ്ട്രെയിറ്റ് ആവാം, ബെൻഡ്, സ്ട്രെയിറ്റ് ആവാം, ബെൻഡ്. ഇത് ഒരു 30 ടൈംസ് നിങ്ങൾ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. ഞാൻ കാണിക്കാൻ പോകുന്നത് അടുത്ത എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലി ഫാറ്റ്സ് ഒക്കെ കുറയാനായിട്ട്. എന്തായാലും പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ വയറൊക്കെ കുറയില്ല. അപ്പോൾ ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ടായാലും മതി. ഞാനിപ്പോൾ 7th മന്താണ്, പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ ചെറിയ തോതിലൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഒരു ഹാർഡല്ല, ചെറിയ തോതിൽ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലി ഫാറ്റ്സിൻ്റെ കുറച്ചൊക്കെ വയറ് ചാടിയിട്ടുണ്ട്. ഫസ്റ്റൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നുണ്ട്, അപ്പോൾ കുറച്ചൊക്കെ വയറുണ്ട്. കുറേ അല്ല, കുറച്ചുണ്ട് എനിക്ക്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ടാണ്. അപ്പോൾ കാണിച്ചാൽ എങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് ഇരിക്കുക. ഇരുന്നിട്ട് നമ്മൾ ഈ 2 കൈകളുണ്ടല്ലോ, ഇത് 2 വേ നമുക്ക് ചെയ്യാം. ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ നമ്മുടെ കൈ ഫുള്ളിപ്പോൾ കാണിച്ചാൽ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ബെൻഡ് ചെയ്യാം കംപ്ലീറ്റ്ലി. ഇതിങ്ങനെ ബെൻഡ് ചെയ്യുക. ഇതാണ് ഒരു എക്സസൈസ്. ഇതൊരു 30 ട്രിപ്പ് നമ്മൾ ചെയ്യും. അപ്പം നമ്മുടെ ചെയ്യുമ്പോൾ ശ്വാസം വലിക്കുക, ശ്വാസം വിടാം. ഓക്കെ, ശ്വാസം വലിക്കുന്ന സമയത്ത് ശ്വാസം വിടാം. ഇങ്ങനൊരു മാക്സിമം ഇങ്ങനെ ചെയ്യുന്നത് 30 ടൈംസ്. ഇതാണ് ഫസ്റ്റത്തെ എക്സസൈസ്. അങ്ങനെ ഇതാണ് സെക്കൻഡ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇത് 30 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ നല്ലൊരു എഫക്റ്റീവാണ്. ശരിക്കും ഇങ്ങനെയാണോ പിന്നെ ജസ്റ്റ് ഇങ്ങനെ നേരം അപ്പം തന്നെ എനിക്ക് എഴുതട്ടോ. ജസ്റ്റ് ഇങ്ങനെ നന്നായി ഇങ്ങനെ വലിക്കുക, ഹോൾഡ് ചെയ്യുക, ശ്വാസം വിടുക. ഇതാണ് ഒരു എക്സസൈസ്. ഇനി അടുത്ത എക്സസൈസ് എന്ന് വെച്ചാൽ 2 കൈ ഫോൾഡ് ചെയ്യാം.
ചെയ്യുന്നത്. ഓക്കെ, ആയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇടിക്കാം. ഇതാണ് അടുത്ത എക്സസൈസ്. ബെൻഡ് ചെയ്യാം, മുകളിലേക്ക് വരാം. ശ്വാസം വലിക്കുക, ശ്വാസം വിടാം. ഇങ്ങനെ 30 ടൈംസ് ചെയ്യാം. ഇതാണ് അടുത്ത എക്സസൈസ്, തേർഡ് എക്സസൈസ്. ഈ എക്സസൈസിലൂടെ നമ്മുടെ ബെല്ലി ഫാറ്റ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞു. ഉദ്ദേശിക്കുന്നത് പെൽവിക്കലും സ്ട്രെങ്തനിങ് വരുത്താനായിട്ട്. നമ്മൾ എനിവേ നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനൊക്കെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മസിൽസും അവിടുത്തെ മസിൽസും ലൂസാവും. അപ്പോൾ അതിന് സ്ട്രെങ്തനിങ് കൊടുക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് ഈ 2 കൈകൾ ഇവിടെ വെച്ചിട്ട് ശ്വാസം വലിക്കുക. അപ്പോൾ നമ്മുടെ വയറ് കുറച്ച് ഉള്ളിലേക്ക് പോകും. ശ്വാസം വലിക്കാം, ഇങ്ങനെ വയ്ക്കുക, വിടാം. ശ്വാസം വലിക്കുക, വിടാം. ഇങ്ങനെ ഒരു 30 ടൈംസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ പെൽവിക് ഏരിയയിൽ സ്ട്രെങ്തനിങ് വരും. ഇതാണ് ഒരു എക്സസൈസ്. അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസിൻ്റെ നമുക്ക് ഓരോ ദിവസം കാണാം. ഇത്രയും ഞാൻ കാണിക്കുന്നതോട് അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്തി ആയി മാറും. അപ്പോൾ ഈ ഒരു 3 എക്സസൈസ് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഒരു നല്ലൊരു റിസൾട്ട് വരും. ഇനി ഇങ്ങനത്തുള്ള കുറേ ഇങ്ങനെ എക്സസൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ 30 ടൈംസ് ഇവിടെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബെല്ലി ഫാറ്റ്സ് ഒക്കെ കുറയും. അതൊക്കെ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കാണിക്കാം. ബൈ ബൈ. നെക്സ്റ്റ് എൻ്റെ വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ്